ട്രാവൽ 20 വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലുള്ള ഹിൽ പാലസിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇവിടെ മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. കേരളത്തിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ പുരാവസ്തു മ്യൂസിയമാണിത്. 54 ഏക്കർ സ്ഥലത്ത് കൊച്ചി രാജാവ് തൻ്റെ സ്വന്തം സമ്പാദ്യം ഉപയോഗിച്ചാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. നിറയെ പൂക്കളും ചെടികളും മരങ്ങളുമൊക്കെയായിട്ട് പാലസിൻ്റെ ചുറ്റുപാടും ഭംഗിയായി അലങ്കരിച്ചിരിക്കുന്നു. 49 കെട്ടിടങ്ങളുള്ള ഈ കൊട്ടാരം പരമ്പരാഗത വാസ്തുവിദ്യാ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു പുരാവസ്തു മ്യൂസിയം, പൈതൃക മ്യൂസിയം, മാൻ പാർക്ക്, ഒരു ചരിത്രാതീത പാർക്ക്, കുട്ടികളുടെ പാർക്ക് എന്നിവ ഈ സമുച്ചയത്തിലുണ്ട്. ഇവിടുത്തെ ഏറ്റവും പഴയ കെട്ടിടം 4 കെട്ട് എന്ന ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1865 ഈ കൊട്ടാരം നിർമ്മിക്കുന്നത്. 1980 കൊച്ചി രാജകുടുംബം ഈ കൊട്ടാരം കേരള സർക്കാരിന് കൈമാറി. 1986 മ്യൂസിയമായി ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. ഈ കാണുന്ന ക്ലോക്ക് റൂമിൽ ചെരുപ്പുകളെല്ലാം അഴിച്ചു വെച്ചിട്ട് വേണം നമുക്ക് കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ. രാവിലെ 9 മണി മുതൽ 12:30 വരെയും ഉച്ച കഴിഞ്ഞ് 2 മുതൽ 4 മണി വരെയുമാണ് ഇവിടുത്തെ പ്രവേശന സമയം. പേരുകളും വരുന്ന സ്ഥലവുമെല്ലാം ഇവിടെ രേഖപ്പെടുത്തിയിട്ട് വേണം നമുക്ക് മുകളിലേക്ക് കയറാൻ. മണിച്ചിത്രത്താഴ്, മൂന്നാം മുറ, കളിയൂഞ്ഞാൽ, ഛോട്ടാ മുംബൈ എന്നിവ ഇവിടെ ചിത്രീകരിച്ച സിനിമകളിൽ ഉൾപ്പെടുന്നു. ഇവിടെ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു അതിമനോഹര കാഴ്ച തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റാണിത്. 1914 എക്സ്പ്രസ് കമ്പനി ലണ്ടൻ ആണ് ഇത് സ്ഥാപിച്ചത്. കൊട്ടാരത്തിന് ചുറ്റും ഒരുപാട് ജനലുകളുണ്ട്. മനോഹരമായ ഇടനാഴിയും ഗോവണിപ്പടികളും ഇവിടെ കാണാം. ഓരോ കെട്ടിടത്തിൻ്റെയും വാസ്തുവിദ്യയിൽ ഡച്ച് വാസ്തുവിദ്യാ ശൈലിയുടെ സവിശേഷമായ ഒരു സ്പർശമുണ്ട്. കൊച്ചി രൂപം കൊണ്ടതിൻ്റെ ഒരു വിവരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പത്തൊൻപതാം നൂറ്റാണ്ടിലുണ്ടാക്കിയ ഒരു ആനയുടെ പ്രതിമയാണിത്. ഇതിൻ്റെ ഉള്ളിലെല്ലാം രാജകുടുംബവുമായി ബന്ധപ്പെട്ട പല ചിത്രങ്ങളും വിവരണങ്ങളും കാണാം. കൊച്ചിയുടെ ചരിത്രം അറിയണമെങ്കിൽ ഇതെല്ലാം വായിക്കണം. അതിമനോഹരമായ തഞ്ചാവൂർ പെയിൻറ്റുകൾക്കൊപ്പം രാജാക്കന്മാരുടെ ഛായാചിത്രങ്ങളും കാണാം. കലാകാരന്മാരുടെ ചാരുത, അതിമനോഹരമായ വൈദഗ്ധ്യം, നിറങ്ങളുടെ ശ്രദ്ധാപൂർവമായ ഉപയോഗം എന്നിവ കണ്ണിന് ഒരു വിരുന്ന് തന്നെയാണ്. രാജാക്കന്മാർ സമ്മേളിക്കുന്ന ഒരു ഹാളാണിത്. ഇത് രാജാവിൻ്റെ സിംഹാസനമാണ്. സിംഹാസനത്തിൻ്റെ മുമ്പിലായി മറ്റു ഇരിപ്പിടങ്ങളുമുണ്ട്. കൊട്ടാരത്തിൻ്റെ പുറത്തേക്കുള്ള ഒരു കാഴ്ചയാണിത്. അതിമനോഹരമായ ഒരു വീടാണിതും.
അങ്ങനെ മുകൾ ഭാഗത്തുള്ള കാഴ്ചകളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് താഴോട്ടിറങ്ങാം. രാജഭരണകാലത്തെ ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ കാണാം. പഴയ കാലത്തെ ഒരു കൈയെഴുത്തു പ്രതിയാണിത്. രാജാക്കന്മാർ യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളാണ് ഇവയെല്ലാം. കല്ലിൽ കൊത്തിവെച്ച പുരാതന ലിഖിതങ്ങളാണ് ഇതിലെല്ലാം. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് നന്നങ്ങാടികളും ഇവിടെ നമുക്ക് കാണാം. രാജാവിൻ്റെ ഊന്നുവടിയും കസേരയുമാണിത്. മ്യൂസിയത്തിലെ പ്രധാന ആകർഷണങ്ങൾ കൊച്ചി രാജകുടുംബത്തിൻ്റെ സംഭാവനയാണ്. ഇതിൻ്റെ പുറത്ത് ഇതിനോടനുബന്ധിച്ചുള്ള ബാക്കി ഭാഗങ്ങളാണ് ഇനി കാണാനുള്ളത്. കുളവും മറ്റും എല്ലാം ഈ ഒരു വഴിയിലൂടെ പോയിട്ടാണ്. ഈ ഒരു ഭാഗം മണിച്ചിത്രത്താഴ് സിനിമ കണ്ടവർക്കെല്ലാം പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല. 1755 കൂടെയാണ് രാജകുടുംബം തൃപ്പൂണിത്തുറയിൽ താമസമാക്കിയത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പദത്തിലാണ് ആസ്ഥാനം ഹിൽ പാലസിലേക്ക് മാറ്റിയത്. ഈ കൊട്ടാരത്തിൽ താമസിച്ച അവസാനത്തെ രാജാവ് പരീക്ഷത്ത് തമ്പുരാനാണ്. ഇതാണ് ഇവർ ഉപയോഗിച്ചിരുന്ന കുളക്കടവ്. ആദ്യകാലത്ത് ഇത് നിർമ്മിച്ചത് ഒരു നാലുകെട്ടിൻ്റെ രൂപത്തിലായിരുന്നു. പിന്നീടാണ് വിപുലീകരിച്ചത്. ഇവിടെ നടുമുറ്റവും തുളസിത്തറയുമെല്ലാം കാണാം. ഇനി നേരെ പോകുന്നത് ഇവിടെ തന്നെയുള്ള മാൻ വളർത്തു കേന്ദ്രത്തിലേക്കാണ്. 1000-ൽ പരം മാനുകളും മ്ലാവുകളും ഇവിടെയുണ്ട്. മ്യൂസിയത്തിൻ്റെ കാമ്പസ് വിഭാഗം നിരവധി അപൂർവ ഔഷധ സസ്യങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ്. രാജാക്കന്മാർക്ക് കൊട്ടാരത്തിന് പുറത്ത് ഇരിക്കാനായി നിർമ്മിച്ച ഇരിപ്പിടങ്ങളാണിവയെല്ലാം. ഇവയൊന്നുമായി ബന്ധമില്ലാത്ത ഒരു ദിനോസറിൻ്റെ പ്രതിമയും ഇവിടെയുണ്ട്. ഇത് അടുത്ത് നിർമ്മിച്ചതാണെന്ന് തോന്നുന്നു. ഇതിനോടനുബന്ധിച്ചുള്ള കുട്ടികളുടെ പാർക്കാണിത്.
കൊട്ടാരത്തിൻ്റെ കാഴ്ചകൾ ഏറെക്കുറെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.